അതായത് ഒരു വാടകമ്മയുടെ ജോലി എന്ന് പറഞ്ഞ പ്രസവശേഷം കുഞ്ഞിനെ അച്ഛനമ്മ ഒരിടത്ത് ഏൽപ്പിക്കണം. ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ വാടകമ്മയാൻ തീരുമാനിച്ചത്. നിന്റെ പ്രസവം കഴിഞ്ഞ ശേഷം ശ്യാമും ശാലിനിയും വന്ന് കുഞ്ഞിനെ കൊണ്ടുപോകണമായിരുന്നു. എന്നിട്ട് അവളെ നീ എന്തിനാ കൊണ്ടുപോയത്? ഡോക്ടറെ ഏൽപ്പിച്ച് നിനക്ക് പോകാമായിരുന്നല്ലോ. വാടകയമ്മയ്ക്ക് ഒരിക്കലും കുഞ്ഞിനോട് ഒരു തരത്തിലുള്ള ബന്ധം ഉണ്ടാവാൻ പാടില്ലെന്ന് അഗ്രിമെന്റ് പറഞ്ഞിരുന്നേ. പക്ഷെ മനസ്സെന്ന് പറയുന്നൊന്നില്ലേ സാർ? അപ്പ ജനിച്ചൊരു കൈക്കുഞ്ഞിന് കരയാനല്ലാതെ വേറൊന്നും പറയാനായില്ല. ഞങ്ങളുടെ കുഞ്ഞെന്ന് പറഞ്ഞ് സ്വീകരിച്ച് ഉമ്മ വെച്ച് അന്ന് അവളെ കൊണ്ടുകൊണ്ടവര് അന്നവിടേക്ക് വന്നില്ല. എന്നോട് ഡോക്ടർ പറഞ്ഞു അനാഥാലയത്തിൽ ചേർക്കാന്ന്. എനിക്കതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ അവളുടെ അമ്മയായി. എന്റെ മോള് സിഹിയെ ഞാൻ തന്നെ നോക്കി വളർത്തി. മൈ ലോർഡ്, സീത പറഞ്ഞതെല്ലാം കേട്ടതിന് ശേഷം സിഹിക്ക് സീതയുടെ കൂടെ എങ്ങനെ നിൽക്കേണ്ടി വന്നു എന്നതിന് പ്രബലമായ കാരണം കോടതിക്ക് മനസ്സിലായെന്ന് കരുതുന്നു. I object, Your Honor. മിസ്റ്റർ സൂര്യപ്രകാശ് സാർ, നമുക്കൊരൽപ്പം പ്രാക്ടിക്കലായിട്ട് സംസാരിച്ചാലോ? യുവർ ഓണർ, എന്നെ എന്റെ കക്ഷികളായ ശ്യാമിനെയും ശാലിനിയെയും വിചാരണ ചെയ്യാൻ അനുവദിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. മിസ് ശാലിനി, സീതയുടെ പ്രസവം കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ കണ്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയണം. ഇത് കള്ളമാണ്. ഞങ്ങൾ റെഗുലറായിട്ട് ഡോക്ടറെ മീറ്റ് ചെയ്ത് കുഞ്ഞിനെ കുറിച്ച് അന്വേഷിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇവര് ഞങ്ങളുടെ വിശ്വാസത്തെ മിസ്യൂസ് ചെയ്യായിരുന്നു. കുഞ്ഞു ജീവിച്ചിരുന്നിട്ട് മരിച്ചുപോയി എന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടി. അപ്പൊ നിങ്ങൾ ഡോക്ടർ അനന്തലക്ഷ്മിയെ പോയി മീറ്റ് ചെയ്ത് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നില്ലേ? ഞാൻ ഡോക്ടറെ മീറ്റ് ചെയ്യാൻ പോയ സമയത്തൊന്നും എനിക്ക് അവരെ കാണാൻ പറ്റിയില്ല. ഞാൻ വിളിച്ചപ്പോ അവർ ആൻസറും ചെയ്തില്ല. കള്ളമാണ് യുവർ ഓണർ. ഇവരെന്ന് ഡോക്ടറെ കോൾ ചെയ്തിരുന്നില്ല. വരാതെ എങ്ങോട്ടോ പോയത് ഇവരാ. ഞാനും എന്റെ ഡോക്ടറും അല്ല. ഓർഡർ ഓർഡർ. നോക്കൂ, ഈ കേസിൽ രണ്ട് കക്ഷികൾക്കും ഇടയിലുള്ള ഡോക്ടർ അനന്തലക്ഷ്മിയുടെ സ്റ്റേറ്റ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരവിടെ? പ്ലീസ് കോൾ ഹർ. ക്ഷമിക്കണം മൈ ലോർഡ്, ഡോക്ടർ അനന്തലക്ഷ്മി മാഡത്തിന് ഇപ്പോ കോടതിയിലേക്ക് വരാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അവര് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്ത് കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ട്. മിസ് ശാലിനി, നിങ്ങൾ പറഞ്ഞത് പ്രകാരം സീതയ്ക്ക് കുഞ്ഞിനോട് മാതൃത്വം തോന്നിയിട്ട് ഡോക്ടറെ സ്വാധീനിച്ചിട്ട് കുഞ്ഞു മരിച്ചുപോയെന്ന് പറയിപ്പിച്ചിട്ട് അതേ കുഞ്ഞിനെ അവര് വളർത്തി എന്നല്ലേ? അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? അങ്ങനെ തന്നെയാ പറഞ്ഞത്. കുഞ്ഞു മരിച്ചുപോയെന്നുള്ള തെറ്റിദ്ധാരണ സൃഷ്ടിച്ചത് തന്നെ ഈ നിൽക്കുന്ന സീത. യുവർ ഓണർ, ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല. ഇവരെ ഞാൻ അവിടെ സത്യമായിട്ടും വെയിറ്റ് ചെയ്തിരുന്നു. അനന്തലക്ഷ്മി മാഡം എന്റെ പരിചരണത്തിന് വേണ്ടി എന്നെ ആശ്രമത്തിലേക്ക് പറഞ്ഞയച്ചു. ഞാൻ അവിടുന്ന് എന്നും കത്തയക്കുമായിരുന്നു. കുഞ്ഞിനെ വന്ന് കൊണ്ടുവന്ന് ഞാൻ ഇവരോട് പറഞ്ഞിരുന്നു. ഒരു കത്തിന് പോലും ഇവർ ഉത്തരം തന്നിരുന്നില്ല. മൈ ലോർഡ്, എന്റെ കക്ഷി സഞ്ജീവനി ആശ്രമത്തിൽ നിന്നും കത്തുകൾ അയച്ചിരുന്നു. അതിൽ ചിലത് തിരിച്ച് ആശ്രമത്തിലേക്ക് വന്നു. അതെല്ലാം കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ട്. ഇതാണോ? അതെ യുവർ ഓണർ. യുവർ ഓണർ, ശ്യാമും ശാലിനിയും കുഞ്ഞിനെ വേണ്ടാത്തത് കൊണ്ട് വിട്ടുപോയതല്ല. കുഞ്ഞു മരിച്ചുപോയി എന്ന കള്ളം വിശ്വസിച്ച് വഞ്ചിക്കപ്പെട്ടവരാണ്.
അവരിത്ര വർഷം അനുഭവിച്ച വേദനയ്ക്ക് അവരുടെ കുഞ്ഞിനെ അവരെ തന്നെ തിരിച്ചേൽപ്പിക്കുന്നതാണ് ഉത്തമമായ പരിഹാരം. യുവർ ഓണർ, ആ കുഞ്ഞ് അവളുടെ ബയോളജിക്കൽ പേരൻസിന്റെ കൂടെ നിൽക്കണമെന്ന് എല്ലാവരും പറയുന്നത്. അത് ചിലപ്പോൾ ന്യായമായിരിക്കും. പക്ഷെ ആ കുഞ്ഞിനെ 6 വർഷമായിട്ട് ഞാനാ വളർത്തുന്നത്. ആ കുഞ്ഞെന്നെ അമ്മയെന്നാ വിളിക്കാറ്, എന്റെ ഹസ്ബൻഡിനെ അച്ഛനെന്നാ വിളിക്കാറ്. ഞങ്ങളെല്ലാം ഒരുമിച്ച് സന്തോഷത്തോടെയാ ജീവിക്കുന്നത്. പക്ഷെ കുറച്ച് ദിവസമായി ഉണ്ടാവുന്ന പ്രശ്നങ്ങള് അവളുടെ മനസ്സിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ആ പ്രയാസം കണ്ടു നിൽക്കാനുള്ള ശക്തി എനിക്കില്ല. അവളുടെ ഭാഗത്തുനിന്നൊന്ന് ആലോചിച്ച് അവളെ ഞങ്ങൾക്ക് തിരിച്ചു തരാമെന്നൊരു തീരുമാനം കോടതി എടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. മിസ് ശാലിനി അവരുടെ കാഴ്ചപ്പാടിലാണ് ഇവിടെ സംസാരിച്ചത്. അത് സത്യം, അംഗീകരിക്കാം. പക്ഷേ എന്റെ കക്ഷി ഒരു മകളുടെ പെർസ്പെക്റ്റീവിൽ അപേക്ഷിക്കുകയാണ്. കുഞ്ഞിന്റെ മനസ്സ് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നവളല്ലേ അമ്മയാകേണ്ടത്. ഇത് അധികാരത്തിന്റെയും മാതൃത്വത്തിന്റെയും ഇടയിൽ നടക്കുന്നൊരു യുദ്ധമാണ്. മൈ ലോർഡ്, വിജയിക്കേണ്ടത് മാതൃത്വം മാത്രമാണെന്നാണ് എന്റെ അഭിപ്രായം. യുവർ ഓണർ. ഒബ്ജക്ഷൻ ഓവർ. താങ്ക് യു യുവർ ഓണർ. ഞാൻ ഇത്ര സമയം സംസാരിച്ചത് നിങ്ങൾക്ക് ക്രൂരതയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഇത്ര ദിവസം കുഞ്ഞനുഭവിച്ചില്ലേ മാനസിക പ്രയാസം, അതിന് കാരണമായ ശ്യാമിനെയും ശാലിനിയെയും കുറിച്ച് എന്താ പറയാനുള്ളത്? മൈ ലോർഡ്, ബഹുമാനപ്പെട്ട കോടതി ആ കുഞ്ഞിന്റെ ഭാവി ആലോചിച്ചൊരു തീരുമാനമെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം കോടതി ക്രമങ്ങൾ തുടരുന്നതായിരിക്കും. കോർട്ട് ഈസ് അഡ്ജേൺ ഫോർ നൗ. ഗജ്ജാവലിക്ക് തരുമോ? ഞാനത് കൊണ്ടുവന്ന കാര്യം നിനക്കെങ്ങനെയാ മനസ്സിലായത്? എനിക്കറിയില്ല എന്റെ സീതമ്മ എങ്ങനെയാണെന്ന്. വികൃതി കുട്ടിയായിട്ടുണ്ട് ഇപ്പൊ നീ. സീതമ്മ, എന്നെ നീ കഴിപ്പിച്ചാ മതി. സൂപ്പർ ആയിട്ടുണ്ട്. അച്ഛാ, നിങ്ങളും വരുത്താ. നീ അദ്ദേഹത്തിനും കൊടുക്കുമോളെ. ഇന്നലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. എനിക്കറിയാം സീതമ്മ. അച്ഛാ, സീതമ്മ, നിങ്ങളും ഒന്നും കഴിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. നിങ്ങളെന്താ ഇവിടെ? എന്റെ മോളും കൊച്ചുമോളും ഒരു അഗ്നിപരീക്ഷണം നേരിടുമല്ലേ. ആ പരീക്ഷയിൽ അവര് ജയിക്കുന്നത് കാണാൻ വേണ്ടി വന്നതാ. സീത, ഇനി മുതൽ ഒരു കാരണം കൊണ്ട് നിന്റെ കണ്ണ് നിറയാൻ പാടില്ല. ആ രാമൻ ഉറപ്പായിട്ട് നിന്നെ കൈവിടില്ല. മുത്തശ്ശ, രാമൻ മാത്രമല്ല, ഞാനും ഇവരെ രണ്ടുപേരും കൈവിടില്ല. അല്ലേ സീതമ്മ? അത് കണ്ടോ അശോക്? നമ്മുടെ റാം, സീത, സിഹി അവര് തമ്മിലുള്ള ബോണ്ടിങ് നോക്കി. ആരൊക്കെ വന്നാൽ ഇതൊരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല അശോക്. ആ പറഞ്ഞത് കാര്യം. ഇനി കോടതിക്ക് പോലും ഇവരുടെ ബന്ധം തകർക്കാൻ കഴിയില്ല. എനിക്കെന്തോ നമ്മൾ ഈ കേസ് ജയിക്കുമെന്നാ തോന്നുന്നത്. സീത ഒഴുകിയ കണ്ണീരിനെല്ലാം നീതി ലഭിച്ചിരിക്കും. നീ കണ്ടോ? നോ, എന്തൊക്കെ സംഭവിച്ചാലും നീ ജയിക്കരുത് രാമ. നീ ജയിച്ച അതിനർത്ഥം ഞാൻ തോറ്റുപോയെന്ന. ശാലിനി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ ഇങ്ങനെ നിന്ന് നിങ്ങൾക്ക് സിഹിയെ കിട്ടില്ല. നിന്റെ പകയുടെ മുമ്പിലെ സീതയുടെ കണ്ണീര് വിജയിക്കുന്നത്.
യാതൊരു കാരണവശാലും അത് സംഭവിക്കരുത്. അങ്ങനെ സംഭവിക്കരുതെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. കോർട്ടിൽ ഇനി നീ ശാലിനിയായിട്ടല്ല, ഒരമ്മയായിട്ട് സംസാരിക്കണം. ഈ ഇരട്ട കുട്ടികളില് രണ്ടാമത്തെ കുട്ടിക്ക് എന്ത് സംഭവിച്ചു? വാട്ട്? ഇരട്ട കുട്ടികളോ? യുവർ ഓണർ, എന്റെ വയറ്റില് ഇരട്ട കുട്ടികളാ ഉള്ളതെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. പക്ഷെ അതിൽ ഒരു കുഞ്ഞിന് ശരിക്കും വളർച്ച എത്തിയിരുന്നില്ല. അത് കാരണം ആ കുഞ്ഞിനെ ഉപേക്ഷിക്കേണ്ടി വന്നു. ആ കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഞാൻ സിഹിയോടൊപ്പം ആ കുഞ്ഞിനെയും വളർത്തിയന്. പോയിന്റ് ടു ബി നോട്ടഡ്, യുവർ ഓണർ. ശ്യാമിനും ശാലിനിക്കും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് സംഭവിച്ചതാണ്. ഡോക്ടർ ഒരു കുഞ്ഞു മരിച്ചുപോയി എന്ന് പറഞ്ഞു. ശാലിനി പക്ഷേ 2 കുട്ടികളും മരിച്ചുപോയി എന്ന് കരുതി. യെസ് യുവർ ഓണർ. പക്ഷെ അതിലൊരു കുഞ്ഞ് ജീവനോടെ ഉള്ള കാര്യം ഞങ്ങൾക്ക് സത്യമായിട്ട് അറിയില്ലായിരുന്നു. അതറിഞ്ഞിരുന്നെങ്കിൽ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് തന്നെ ഞങ്ങൾ പോയേനെ. ഇപ്പൊ ഞങ്ങളുടെ മകളെ എനിക്ക് വേണം, പ്ലീസ്. സീത ആ കുഞ്ഞിന്റെ വാടക അമ്മ മാത്രമാണ്. ശ്യാമും ശാലിനിയുമാണ് ബയോളജിക്കൽ പാരന്റ്സ്. അതാണ് സത്യം. ആ സത്യത്തിനോട് നിങ്ങൾ ന്യായം കാണിക്കണം, യുവർ ഓണർ. ആ കുഞ്ഞ് ബയോളജിക്കൽ പാരന്റ്സിന്റെ കൂടെ നിൽക്കണമെന്ന് കോടതി വിധി എഴുതണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്രോസിക്യൂഷന് ഇനി ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ്സ് തരാനുണ്ടോ? മൈ ലോർഡ്, ഒരു ഉദാഹരണ സഹിതം ഇത് വിവരിക്കാനുള്ളൊരു അനുവാദം ചോദിക്കുക. ജനക മഹാരാജാവിന് ഭൂമിയിൽ നിന്ന് കിട്ടിയതാണ് സീതയെ. അതും പൊക്കിൾക്കൊടി ബന്ധം പോലും വിച്ഛേദിക്കാത്ത കുഞ്ഞിനെ തന്റെ സ്വന്തം കുഞ്ഞാണെന്ന് കരുതി തന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു, വളർത്തി. പിന്നീട് ആ സീതാമാതാവിന്റെ കഥ എന്തായിരുന്നു? ഇതിഹാസം സൃഷ്ടിച്ചു. അതൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അന്ന് സീതയെ ഭൂമിയിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ ജനക മഹാരാജ അവൾക്ക് കൊടുക്കേണ്ടിയിരുന്ന സ്നേഹത്തിന് ഒരു കുറവും വരുത്തിയില്ല. അത് വിടാം, ഭൂമി മാതാവ് എഴുന്നേറ്റ് വന്നിട്ടും വിട്ടുകൊടുത്തില്ല. ഇപ്പോൾ ഈ സീതാമാതാവിനെ ആ ജനക മഹാരാജാവിന്റെ സ്ഥാനത്ത് നിർത്തിയെന്ന് ആലോചിക്കണം മൈ ലോർഡ്. നിയമം സംസാരിക്കേണ്ടടുത്ത് രാമായണം പറഞ്ഞ് കോടതി സമയം വേസ്റ്റ് ചെയ്യരുത്, യുവർ ഓണർ. നിയമത്തെക്കാൾ, ന്യായത്തെക്കാൾ, വാദപ്രതിവാദങ്ങളെക്കാൾ ആ സീത കുഞ്ഞിന് കൊടുത്ത സ്നേഹമല്ലേ വലുത്. അത് കാരണം ന്യായമായിട്ടും ആ കുഞ്ഞ് സീതയുടെ കൂടെ പോണം. കോടതി ആ ന്യായം ദയവായിട്ട് സീതയ്ക്ക് കൊടുക്കണമെന്ന് ദയവായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇത് ശരിയല്ല. എന്നാലും കുഞ്ഞിന്റെ ആഗ്രഹം എന്താണെന്നുള്ളത് അറിയുവാൻ ഈ കോടതി ആഗ്രഹിക്കുകയാണ്. ആൻസർ കൊടുക്കണം, അത്രേ ഉള്ളൂ. ആരും കുഞ്ഞിനോട് സംസാരിക്കാൻ പാടില്ല. വാ മോളെ. മോളുടെ പേരെന്താണ്? സിഹി സീത ശ്രീരാം ദേശായി. നോക്കുമോളെ, ശ്യാമും ശാലിനിയുമാണ് മോളുടെ അച്ഛനും അമ്മയും. രാമും സീതയും നിന്റെ വളർത്തച്ഛനും വളർത്തമ്മയുമാണ്.
മോൾക്ക് ആരുടെ കൂടെ നിൽക്കാനാണ് കൂടുതൽ ഇഷ്ടം? ശാലിനി ആന്റി ശ്യാമങ്കളും എന്റെ അച്ഛനും അമ്മയും അല്ല, ഇവരെ എന്റെ അച്ഛനും അമ്മയും. ജഡ്ജ് അങ്കിൾ, എന്നെ ശാലിനി ആന്റിയുടെ ശ്യാമങ്കളുടെ വീട്ടിലേക്ക് യുവർ ഓണർ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. യുവർ ഓണർ, എല്ലാവരും സംസാരിച്ചല്ലോ, ഇനി ഇവർക്കെന്താ സംസാരിക്കാനുള്ളത്? കോടതി വിധിക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു മൈ ലോർഡ്. ഇല്ല യുവർ ഓണർ, എനിക്ക് കുറച്ച് സംസാരിച്ചേ പറ്റൂ. ദയവ് ചെയ്ത് എന്നെ അനുവദിക്കണം. ആയിക്കോട്ടെ, പ്രൊസീഡ്. യുവർ ഓണർ, ഞാനും എന്റെ ഭർത്താവും ഒരു കുഞ്ഞിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച ശേഷം വാടക ഗർഭം വഴി ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ നോക്കി. പക്ഷേ ഡെലിവറി ടൈമിലുണ്ടായ ചില മിസ്അണ്ടർസ്റ്റാൻഡിംഗ് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. സീത എന്റെ മകളെ വളരെ നന്നായി തന്നെ വളർത്തി. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. സിഹി സീതയെ തന്നെ അമ്മയായിട്ട് കണ്ടിരിക്കുന്നത് അതും സത്യം തന്നെയാ. പക്ഷേ സിഹി എന്റെ മകളാ, എന്റെ ചോരയാ. സിഹി എനിക്ക് വേണം യുവർ ഓണർ. എന്താണെന്ന് വെച്ചാ ഇനിയും സ്വന്തമായിട്ടൊരു കുഞ്ഞു വേണമെന്ന് തോന്നിയാൽ പോലും അമ്മയാകാനുള്ള ഭാഗ്യം എനിക്കില്ല. എനിക്കതിന് കഴിയില്ല. പക്ഷെ സീതയ്ക്ക് അങ്ങനെയല്ല. അവൾക്ക് ഇപ്പോഴും ചെറിയ പ്രായം. ഈ അടുത്ത് അവളുടെ കല്യാണം കഴിഞ്ഞ് അവളുടെ മുന്നിൽ ഒരു വലിയ ജീവിതം തന്നെയുണ്ട്. അവൾക്ക് സിഹിയെ കൂടാതെ മറ്റൊരു കുഞ്ഞിന് ജന്മം കൊടുത്ത് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും. ഇല്ല, സിഹിയാണ് എന്റെ ജീവിതം. അവളില്ലെങ്കിൽ ഞാനില്ല. സിഹി എനിക്ക് കിട്ടിയേ പറ്റൂ. ഓർഡർ, ഓർഡർ. യു പ്രൊസീഡ്. അതുപോലെ ഈ കുഞ്ഞിന്റെ കാര്യത്തില് എനിക്കും എന്റെ ഹസ്ബൻഡിന്റെ ഇടയില് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. സിഹിയെ ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ശ്യാം എന്നെ ഉപേക്ഷിക്കുമെന്നൊക്കെ പറയുന്നേ. അതുകൊണ്ട് എന്റെ ഹസ്ബൻഡിന്റെ ജീവിതം സന്തോഷത്തോടെ ഇരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് നീതി തരണം. ശാലിനി, നീ ഫ്യൂച്ചറിൽ സിഹിക്ക് നല്ലൊരു അമ്മയാകുമെന്ന് എനിക്കറിയില്ല. ബട്ട് യു ആർ എ ബ്രില്യന്റ് ആക്ടർ. ഇതോടെ രണ്ട് കക്ഷികളുടെയും വാദവും പ്രതിവാദവും കേട്ടതിന് ശേഷം ഈ കോടതി ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനാ നിയമം അനുസരിച്ച് കുഞ്ഞിന്റെ ബയോളജിക്കൽ പാരന്റ്സിന്റെ കൂടെയാണ് താമസിക്കേണ്ടത്. നെക്സ്റ്റ് ഡേറ്റ് വന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് വിവരങ്ങളെല്ലാം നിന്നോട് പറഞ്ഞോളൂ. ഒന്ന് നോട്ട് ചെയ്തോ. ശരി സാർ, അത് ഞാൻ നോക്കിക്കോളാം. പിന്നെ ദേശായി കുടുംബത്തിൽ ഒരു കേസ് കോടതിയിൽ നടക്കുന്നുണ്ട്. അവര് വിളിച്ചിരുന്നു. എന്തായെന്ന് നോക്കണം. നിങ്ങൾ കാറിലിരുന്നോളൂ, ഞാൻ നോക്കിയിട്ട് വരാം. ശരിയാവട്ടെ, നോക്കിട്ട് വാ. ശരി. കേസ് നടക്കുന്നത് ഇവിടെ തന്നെ ആയിരിക്കും സാർ.
ശാലിനി, എന്നെ വിടന്നെ. ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല. എന്റെ മകളെ എന്റെ കൂടെ വിട്ടോടി പ്ലീസ്. ശാലിനി, ബയോളജിക്കൽ മദർ ഞാനാ. സിഹിയുടെ ശരിക്കുള്ള അമ്മ ഈ ഞാനാ. അവസാനം ജയിച്ചത് ഞാനാ. ഞാനും ഈ കുഞ്ഞും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ കുഞ്ഞ് അച്ഛന്റെ അമ്മയുടെ സ്നേഹത്തിന് വേണ്ടി അപേക്ഷിക്കുകയാണ്. ഞാനോ അച്ഛന്റെ സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. സാലിഗ്രാമത്തിലേക്ക് പോയി എന്നുള്ള ഒരേ ഒരു കാരണത്തിന്റെ പേരിൽ അച്ഛൻ കാണിക്കുന്ന കപട സ്നേഹമാണ് ശരിക്കുള്ള സ്നേഹമെന്ന് കരുതി സന്തോഷത്തോടെ ജീവിക്കുകയാണ് ഞാനിപ്പോ. ഒരു പക്ഷെ ആ സ്നേഹം എനിക്ക് സത്യമായിട്ടും കിട്ടിയിരുന്നെങ്കിൽ. ഇത്രയും നല്ല കുട്ടിയെ അച്ഛ അമ്മ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ പുണ്യം ചെയ്തിട്ടുണ്ടാവണം. അവൾ ആഗ്രഹിക്കുന്ന പോലെ സംഭവിക്കണം. എന്തായാലും അവൾ ആഗ്രഹിക്കുന്ന സ്നേഹം അവൾക്ക് കിട്ടണം. ശാലിനി, ജയിച്ചത് നീയല്ല, സീതയുടെ മാതൃത്വം. നീ കുഞ്ഞിന്റെ കൈ പിടിച്ച് വലിച്ചു. സീത കുഞ്ഞിന്റെ കൈക്ക് വേദനിക്കുന്നെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു. പക്ഷെ നീയോ ഈ കേസ് ജയിച്ചതിന്റെ സന്തോഷത്തില. കുഞ്ഞിന്റെ കൈ വേദനിച്ചതിന്റെ ഒരു ചെറിയ സങ്കടം പോലും നിനക്കില്ല. ഇതിൽ നിന്നും മനസ്സിലാക്കാം, നിന്നേക്കാൾ കൂടുതൽ സിഹിയുടെ അമ്മയാകാനുള്ള യോഗ്യത സീതയ്ക്ക് ഉള്ളതെന്ന്.